നമ്മളൊക്കെ ദൂരസ്ഥലങ്ങളിൽ യാത്ര പോയിട്ട് വരുമ്പോൾ അവിടെ നിന്നുള്ള വില കൂടിയ പഴങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ പ്രത്യേകതകളുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരാറുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഇത്തരത്തിൽ കച്ചവടത്തിനായിട്ട് യൂറോപ്പിലേക്ക് പോയ കുറെ മെർച്ചൻസ് അവര് അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു സംഗതിയാണ് അവിടെ ഉണ്ടായിരുന്ന തരം ചില ടൈലുകൾ. ആ ടൈലുകൾ അവർ അവരുടെ വീടുകളിൽ വിരിക്കുകയും തൊട്ടപ്പുറത്തെ വീടുകളിലും ഒക്കെ ഒരു ഗ്രാമപ്രദേശം മുഴുവൻ അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുകയും അങ്ങനെ ടൈൽ ഇൻഡസ്ട്രി തന്നെ അതിനു ചുറ്റും രൂപപ്പെടുകയും ചെയ്തു. ഇതാണ് ആത്തൻകുടി ടൈലിന്റെ ചരിത്രം. ഇന്ന് തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിൽപ്പെടുന്ന ആത്തൻകുടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് ചെട്ടിയാർമാർ അന്ന് കച്ചവടത്തിന് പോയി അവർ കൊണ്ടുവന്നതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ആത്തൻകുടി ടൈലുകളുടെ ആദ്യകാല രൂപം. ആദ്യകാലത്ത് ഇത് മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അന്ന് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മണ്ണും ക്ലേ, സാൻഡ്, അതുപോലെ തന്നെ നാച്ചുറൽ പിഗ്മെന്റ്സ് ഇതൊക്കെ കൊണ്ടായിരുന്നു അന്ന് ഇത് മാനുഫാക്ചർ ചെയ്തിരുന്നത്. പിൽക്കാലത്ത് അതിൽ സിമെന്റ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ വന്ന ശേഷം സിമെന്റും സാൻഡും ആർട്ടിഫിഷ്യൽ പിഗ്മെന്റ്സുമാണ് പിന്നീട് ഒരു സമയത്തിന് ശേഷം അതിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് ഈ കോമ്പിനേഷൻസ് എല്ലാം മിക്സ് ചെയ്ത ശേഷം അത് ഒരു മോൾഡിൽ ഒഴിച്ച് ആ മോൾഡിന്റെ പുറത്ത് ഹാൻഡ് പ്രസ് ചെയ്താണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡിസൈൻ അതിൽ ഉണ്ടാക്കുന്നത്. ആത്തൻകുടി ടൈൽസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ്. പക്ഷെ ധാരാളം കളേഴ്സിൽ ഇതിൽ ഉപയോഗിക്കാറില്ല. സാധാരണഗതിയിൽ റെഡ്, ഗ്രീൻ, അതുപോലെ തന്നെ യെല്ലോ ഓർ മസ്റ്റാർഡ് കളർ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ആത്തൻകുടി ടൈൽസിൽ കാണുന്ന കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നിലത്ത് വിരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും ഒരു പെട്ടെന്ന് എടുത്തറിയുന്നത്. അതുകൊണ്ടാണ് ഇന്നും തമിഴ്നാട്ടിലെ പല ഗ്രാമപ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ വീടുകളിലെ തറയിലെ ടൈല് നമ്മുടെ വിദേശത്ത് നിന്നൊക്കെ വരുന്ന ടൈലുകളെക്കാട്ടിലും എന്താ പറയുന്നത് ശരിക്കും ഒരു കണ്ണഞ്ചിപ്പിക്കുന്ന എന്ന് മലയാളത്തിൽ പറയുന്ന വാക്കിന് അന്വർത്ഥമാകുന്ന രീതിയിലുള്ള ടൈലുകളാണ് യഥാർത്ഥത്തിൽ ഈ ആത്തൻകുടി ടൈല്. നമ്മുടെ നോർമൽ കിലൻ പ്രോസസ് ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ നാച്ചുറൽ ക്യൂറിംഗ് ആണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിഗ്മെന്റ്സ് കാലം കഴിയും തോറും ഇതിന്റെ നോർമൽ ടൈലുകളിൽ ഫെയ്ഡ് ആവുമെങ്കിൽ ഇതിൽ ഭംഗി കൂടി വരുമെന്നാണ് പറയപ്പെടുന്നത്. കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിന്റെ ഭംഗി കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഒന്ന് സർഫസിലൊന്ന് മിനുക്കിയെടുത്താൽ ഇതിന് പഴയതിനേക്കാൾ കൂടുതൽ ഭംഗി ഉണ്ടാവും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇനി ആത്തൻകുടി ടൈൽസിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹാൻഡ് മെയ്ഡ് ടൈൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് യഥാർത്ഥത്തിൽ ഈ തലമുറകൾ കൈമാറി വരുന്ന ഒരു സിസ്റ്റമാണ്. പണ്ട് കാലത്തിനെ അപേക്ഷിച്ച് ഇന്ന് ധാരാളം പ്രക്രിയ അറിയാവുന്നവർ അധികം ആൾക്കാരില്ല. ഒരു കുടിൽ വ്യവസായം പോലെ നടത്തി വരുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിന്റെ ക്യൂറിംഗ് പ്രോസസ്സ് ഇപ്പോൾ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്കേജ് ഉണ്ടാവാം. അങ്ങനത്തേക്ക് ചില ന്യൂനതകൾ ഇതിലുണ്ട് താൻ. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ആത്തൻകുടി പാറ്റേൺസ് റെപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ട് സെറാമിക് ടൈൽസിൽ വന്നിരിക്കുന്ന ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. മോർബിയിൽ നിന്ന് നമുക്ക് വരുന്ന സാധാരണ സെറാമിക് ടൈൽസിൽ തന്നെ ഈ പാറ്റേൺസ് നമുക്ക് കിട്ടും. മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള സെറാമിക് ടൈലുകൾ ഇന്ന് അതിന്റെ ആ ഭംഗി പരമാവധി റിട്ടൈൻ ചെയ്തുകൊണ്ട് ആ ഒരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ചരിത്രപരമായിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട ചരിത്രം നിങ്ങൾക്ക് അറിയുന്നതിനായിട്ട് ഈ പേജ് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക.